ആലുവയിൽ കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. തൃശ്ശൂരിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. പെൺകുട്ടികളുമായി പോലീസ് സംഘം ആലുവയിലേക്ക് തിരിച്ചു. വിവരങ്ങളുമായി അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർച്ചന, എന്താണ് ഈ പെൺകുട്ടികൾ തൃശ്ശൂരിലേക്ക് പോകാനിടയാക്കിയ സാഹചര്യം? പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? മറ്റെന്തെങ്കിലും അസ്വാഭാവികതകൾ, ആരുടെയെങ്കിലും നിർബന്ധത്തിന് പോയതാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഈ പെൺകുട്ടികൾ, അതായത് അനാഥാലയത്തിലെ 3 പെൺകുട്ടികളെ കാണാതായത്. തുടർന്ന് അവിടുത്തെ അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് ആലുവ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് 3 പെൺകുട്ടികളെയും തൃശ്ശൂരിൽ നിന്ന് കണ്ടെത്തിയത്. ഇവർ രാവിലെ ഇവിടെ നിന്നും ചാടിപ്പോയതാണെന്നാണ് ഹോസ്റ്റൽ അനാഥാലയത്തിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. തൃശ്ശൂർ പുതുക്കാട് KSRTC ബസ്സിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവിടെ നിന്നും പോലീസ് ആലുവയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെയോടെയാണ് ഈ 3 പേരെ കാണാതായത്. 15ഉം 17ഉം 18ഉം വയസ്സുള്ള 3 പെൺകുട്ടികളെയാണ് കാണാതായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പോലീസ്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ 3 പേരെയും കണ്ടെത്തിയത്. അസ്വാഭാവികതയില്ലെന്നാണ് പോലീസ് സംബന്ധിച്ച് പറയുന്നത്. എന്തായാലും ഇവർ ചാടിപ്പോയതെന്നാണ് എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അനാഥാലയത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുക എന്നുള്ള തീരുമാനത്തിലായിരുന്നിരിക്കണം ഈ ചാട്ടം. പക്ഷേ മറ്റാരും ഇതിന് പിന്നിലില്ല എന്നുകൂടി മനസ്സിലാകുന്നുണ്ടല്ലേ? അത്തരത്തിലുള്ള അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും കുട്ടികളോട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക. എന്തായാലും തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ പോലീസ് സംഘം ആലുവയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വിദ്യാർത്ഥികളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. എന്തായാലും നിലവിൽ ഇവർ 3 പേരും ഒരുമിച്ച് ഇവിടെ നിന്നും അനാഥാലയത്തിൽ നിന്നും ചാടിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത്.